ഈ രാജ്യത്ത് നിന്ന് തന്നെ CPM എന്ന പാർട്ടിയെ തുടച്ചു നീക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ നിന്ന് തന്നെ ഏറ്റവും CPMന്റെ അടിത്തറ തകർന്നു എന്നുറപ്പാക്കുന്ന രണ്ട് തോൽവികളായിരുന്നു CPMന്റെ കോട്ട കൊത്തളം എന്ന് പറയുന്ന പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തോൽവികൾ. അവിടെ CPMന്റെ എതിർ സ്ഥാനാർത്ഥികൾ CPMന്റെ വിമതരായിരുന്നു. കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ എന്നീ 75 വയസ്സിലെത്തിയ രണ്ടുപേർ, ആ നാടിൻ്റെ ഊരും ചൂരും ഏറ്റുവാങ്ങിയ രണ്ട് സഖാക്കൾ പാർട്ടിയുടെ കോട്ടകൊത്തളത്തിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരല്ല എന്നു മാത്രമല്ല, അവർ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് ആ പാർട്ടി ഗ്രാമങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് MLA-മാരുടെയും നീക്കങ്ങളിൽ, അവർ നൽകുന്ന സൂചനകളിൽ CPM നേതൃത്വം ഇപ്പോൾ ഒന്നടങ്കം അമ്പരന്നിരിക്കുകയാണ്. അതായത് കേരളത്തെ തന്നെ ഇളക്കി മറിച്ച രണ്ട് കൊലപാതകങ്ങളിൽ ഒരുപക്ഷെ പുനരന്വേഷണം വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഈ MLA-മാർ തന്നെ നേതൃത്വം നൽകും എന്നുള്ളൊരു സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് പയ്യന്നൂർ മണ്ഡലത്തിലെ CPMന്റെ ധീരനായ നേതാവ് എന്നൊക്കെ പറയുന്ന ധനരാജിൻ്റെ കൊലപാതകവും, മറ്റൊന്ന് തളിപ്പറമ്പ് മണ്ഡലത്തിൽപ്പെടുന്ന SFI പ്രവർത്തകനായിരുന്ന ധീരജ് ഇടുക്കി കോളേജിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവവും. ഇങ്ങനെ രണ്ട് സംഭവങ്ങളും പുനരന്വേഷണം നടത്തിയാൽ പ്രതിക്കൂട്ടിലാകുന്നത് CPM എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. ധനരാജിൻ്റെ കൊലപാതകത്തിൽ BJP-ക്കാരും അതുപോലെ ധീരജിൻ്റെ കൊലപാതകത്തിൽ കോൺഗ്രസ്സുകാരുമാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത്. എന്നാൽ ശരിയായൊരു അന്വേഷണം നടന്നാൽ രണ്ടു കേസിലും CPM-കാർ തന്നെ പ്രതിയാകുമെന്ന ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പല കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് ധനരാജിൻ്റെ 10ാം ചരമവാർഷിക ദിനം. ധനരാജിൻ്റെ പേരിൽ പിരിച്ച പണം തട്ടിച്ചെടുത്തു എന്ന ഒറ്റ പേരിലാണ് TI മധുസൂദനൻ എന്ന പയ്യന്നൂരിൻ്റെ സിറ്റിംഗ് MLA, അതുപോലെ പകരം വയ്ക്കാനുള്ള ഇല്ലാത്ത നേതാവിനെ CPM-കാർ തന്നെ അവിടെ തോൽപ്പിച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ആ അനുസ്മരണ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി CPM ചെയ്തത്. സംസ്ഥാന നേതാക്കളിൽ പലരും പയ്യന്നൂരിലേക്ക് ഓടിയെത്തി. എന്നാൽ മധുസൂദനനും ജില്ലാ സെക്രട്ടറി രാകേഷിനും എതിരെ പ്രവർത്തകരുടെ തെറിവിളി അഭിഷേകമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്. ആയിരക്കണക്കിന് കമൻറ്റുകൾ അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതെല്ലാം കാര്യമാക്കണ്ട പോട്ടെ. എന്നാൽ ചില തീവ്ര CPM ഹാൻഡിലുകളിൽ നിന്ന് തന്നെ വന്ന ചില വെളിപ്പെടുത്തലുകൾ തള്ളിക്കളയാൻ ഈ സമൂഹത്തിന് കഴിയില്ല. അതിൽ പറയുന്നത് ധനരാജും TI മധുസൂദനനും പാർട്ടി ഓഫീസിൽ നിന്നും അതിശക്തമായി വഴക്കിട്ട് വാക്കേറ്റമുണ്ടായി പിരിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ധനരാജ് കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. മധു, EP ജയരാജൻ എന്നിവരുടെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കർണാടകയിലെ ബിസിനസ് പങ്കാളിക്ക് ഇതിൽ എന്ത് പങ്കാണുള്ളത് എന്നൊക്കെ പലരും ഇതിൽ ചോദിക്കുന്നുമുണ്ട്. പാർട്ടിക്കോട്ടയിൽ വന്ന് യാതൊരു സ്വാധീനവുമില്ലാത്ത BJP-ക്കാർ ധനരാജനെ കൊല്ലാനൊന്നും കഴിയില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നവും അവിടെ BJP-യും CPM-ഉം തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നും എല്ലാവരും പറയുന്നുണ്ട്. ഏതായാലും പിണറായി വിജയൻ അധികാരത്തിലേറി 2 മാസം തികയുന്നതിന് മുൻപ് ധനരാജ് കൊല്ലപ്പെടുകയാണ്. ജയരാജൻ മന്ത്രിയുമാണ്. അന്ന് രാത്രി തന്നെ പറഞ്ഞുറപ്പിച്ചതുപോലെ പാവപ്പെട്ടൊരു BJP പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. അത് CPM BJP സംഘർഷമായി മാറി ആ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കിയെടുത്തു. അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന പാർട്ടി പ്രവർത്തകരുടെ അതിശക്തമായ മുറവിളിയാണ് പയ്യന്നൂരിൽ നിന്ന് കേട്ടു തുടങ്ങിയിട്ടുള്ളത്. അതിനെ ഗൗരവമായി തന്നെയാണ് MLA V കുഞ്ഞികൃഷ്ണനും എടുത്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ധനരാജിൻ്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയവരെ പയ്യന്നൂർ എന്ന പാർട്ടി ഗ്രാമത്തിൽ തോൽപ്പിക്കാൻ കുഞ്ഞികൃഷ്ണനായിട്ടുണ്ടെങ്കിൽ ആ ധനരാജിൻ്റെ യഥാർത്ഥ ഘാതകരെ കണ്ടുപിടിക്കണമെന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് MLA-യും സംഘവും എത്തിയിരിക്കുന്നതാണ് എന്ന് വാർത്തകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ധനരാജ് വധക്കേസിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അത് CBIക്ക് വിടാനുള്ള സാഹചര്യമുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. സമാനമാണ് തളിപ്പറമ്പിലെ ധീരജ് എന്ന SFI പ്രവർത്തകൻ ഇടുക്കി കോളേജിൽ കൊല്ലപ്പെട്ടത്. KSU SFI ആക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ട ധീരജിൻ്റെ കൊലയാളി എന്നും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പ്രതിയാക്കി. എന്നാൽ ആ നേതാവിൻ്റെ കയ്യിൽ കത്തി പോയിട്ടൊരു പേന പോലും ഉണ്ടായിരുന്നില്ല എന്നും അയാളെ അപായപ്പെടുത്താനുള്ള CPM-ലെ ചിലരുടെ നീക്കത്തിൽ ശ്രമം പാളിപ്പോയതാണ് എന്നുമുള്ള ചില വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ മുൻ CPM ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ സ്വാധീനമുണ്ടെന്നും ധീരജിനെ ആശുപത്രിയിൽ കൊണ്ടുപോയ 20 മിനിറ്റ് നടന്ന സംഭവങ്ങൾ ദുരൂഹതയുള്ളതാണ് എന്നും വാർത്തകൾ ഇടുക്കിയിലൊക്കെ
കാട്ടുതീ പോലെ പടർന്നതുമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ തളിപ്പറമ്പിലെ MLA, അതായത് CPM വിമതനായിട്ടുള്ള TK ഗോവിന്ദൻ മുൻകൈയെടുക്കാനുള്ള സാധ്യതകളും തേടുന്നുവെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് ഈ രണ്ട് പ്രമാദമായ കേസുകളും അതിൻ്റെ യാഥാർത്ഥ്യം പലരും സംശയിക്കുന്നത് പോലെയാണെങ്കിൽ CPMൻ്റെ ഏറ്റവും വൈകാരികത നിറഞ്ഞ ആ രണ്ട് രക്തസാക്ഷിത്വം ചതിയുടെ കഥയാണെങ്കിൽ അതോടെ CPM തീരുമെന്നുറപ്പാണ്. അതിനുള്ള നീക്കത്തിലാണ് ആ രണ്ട് MLA മാരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. CPMകാരും ഒപ്പം കേരളവും അതിനു തന്നെയാണ് കാത്തിരിക്കുന്നത്.